എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാട് ടെൻഷനോട് കൂട്ടിയിട്ട് ധർമ്മൻ ഇങ്ങനെ ടെറസിനോട് ഇരിക്കണം. ഒരു ഇഡ്ഡലി പോലും ഇതാണോ ഇഡ്ഡലി? എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു ഇഡ്ഡലി ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആകാശും ആനന്ദും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് വന്നിട്ട് ധർമ്മനോട് ചോദിച്ചു, അല്ല എന്താ മാമ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞ എന്താന്ന് ചോദിക്കോ. ഒന്ന് പതുക്കെ പറയടാ. അതിന് പതുക്കെ പറയാനായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ എന്തിനാ മാമൻ പതുക്കെ പറയണേ? അതല്ല, ആരെങ്കിലും കേട്ടോണ്ട് ഇങ്ങോട്ട് വന്നാലോ? എന്ത് കേട്ടോണ്ട് വരാനായിട്ട്? അതിനിവിടെ നമ്മൾ കള്ളത്തരൊന്നും കാണിക്കുന്നില്ലോ. അതല്ല, പിന്നെന്താ കാര്യം? അതെ, ഇഡ്ഡലി നിന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക. ഇഡ്ഡലി നിന്നിട്ട് കുഴപ്പമില്ലായിരുന്നു. ആഹോ, അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല മാമൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അതെ, എനിക്ക് ആ ഇഡ്ഡലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിതിനോണ്ട് ആരിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ആരിപ്പൊ തന്നെ അത് വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറയാം. ആരിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതേനെ, നമുക്ക് 4 പേർക്കുള്ള പൊറോട്ട വാങ്ങിച്ചോണ്ട് ആരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവൻ ടെറസിന്റെ മുകളിലേക്ക് വാങ്ങിച്ചോണ്ട് വരും. ഇതേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ടാന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട ആ തട്ടുകടേന്നാ വാങ്ങിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നല്ല മുരിഞ്ഞ പൊറോട്ട, നല്ല ഗ്രേവിക്കകത്ത് മുക്കി ഒന്ന് കഴിച്ചു കഴിയുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ്. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, ദേ മാമ വേണ്ട കേട്ടോ, അച്ഛനെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവെന്ന് പറയണ. ആരറിയാനായിട്ട്? അളിയൻ അതിനറിയാൻ പോകുന്നുണ്ടോ? അളിയൻ താഴെയല്ലേ, നമ്മൾ ടെറസിന്റെ മുകളിൽ വെച്ചല്ലേ കഴിക്കണേ, ആരും അറിയില്ല എന്ന് പറയണ. ആ സമയം ആനന്ദ് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ പോകുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനാണ് ആരിനെ അങ്ങോട്ടേക്ക് വരുന്നേ. ആരും വന്നിട്ട് ആ നല്ല ചൂട് പൊറോട്ടയുടെ ഗ്രേവിയുടെ സ്മെല്ല് അങ്ങോട്ട് കൂട്ടിനകത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പം അറിയാതെ ആനന്ദ് അവിടെ നിന്നുപോയി. പിന്നീട് ആനന്ദും ധർമ്മനും അന്നും എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ പൊറോട്ടയും ഗ്രേവി എല്ലാം കൂട്ടി അങ്ങോട്ട് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയും മീനാക്ഷി അങ്ങോട്ട് കയറി വന്നു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഇവിടെ ഇതായിരുന്നു പരിപാടിയല്ലേ? ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകാ. അയ്യോ ചതിക്കല്, താഴെ പോയി പറഞ്ഞു കൊടുക്കലെന്നൊക്കെ ധർമ്മൻ പറയാണ്. ഞങ്ങൾ ആരും പറഞ്ഞു കൊടുക്കാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ എങ്കിലുണ്ടല്ലോ, ദേ അമ്മയെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്നറിയാലോ, അമ്മയ്ക്ക് വിഷമാവെന്നറിയാം. അതൊന്നും കുഴപ്പമില്ല. ഏട്ടത്തിന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ ധർമ്മം പറയാണ്. ചേച്ചി ഈ കാര്യത്തില് ആദ്യത്തെ സങ്കടപ്പെടുമായിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് പൊറോട്ടയൊക്കെ മേടിച്ച് കഴിച്ചെന്ന് ഓർത്തോണ്ട് ഇപ്പൊ ആരെന്ത് ചെയ്യാനാ, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലെന്ന് പറയണം. അങ്ങനെ അവർ സന്തോഷത്തോടെ കഴിക്കുന്ന സമയത്ത് മിത്രയും മീനാക്ഷി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടകാലം പിടിക്കാനായിട്ട് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രീദേവി വരുന്നത്. ശ്രീദേവി വന്നിട്ട് ഇത് കണ്ടു. ഇതെന്താ അവിടെ പരിപാടി? ഓഹോ, പൊറോട്ട കഴിക്കുമായിരുന്നില്ലേ? എന്നാലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് ചെയ്യാനായിട്ട്? മാമ, നിങ്ങളിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ലെന്ന് പറയാണ്. പിന്നീട് ആനന്ദിന്റെ കൈ ചെന്ന് ആനന്ദിന്റെ അടുത്ത് നിന്നിട്ട് ആ പ്ലേറ്റ് അങ്ങോട്ട് വാങ്ങി വെച്ചു. എന്ത് പരിപാടി ആനന്ദേട്ട കാണിക്കുന്നേ? ആനന്ദേട്ടൻ ഈ പൊറോട്ട കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? അത് മാത്രമല്ല, ശരീരം കേടാക്കുന്ന പരിപാടി ഇത്. ആനന്ദേട്ടൻ വന്നേന്ന് പറയണ. അത് പിന്നെ ദേവി ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നാ മതി എന്ന് പറയാ. ഇത് കേട്ടപ്പം മീനാക്ഷി വെച്ചു, അല്ല അതിന് വലിയ വലിയ കുറ്റം കാര്യങ്ങളൊന്നും അല്ല ചെയ്തേ. വല്ല സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ മദ്യപിക്കുമായിരുന്നോ? ഇതൊന്നും അല്ല ചെയ്തേ. ഇവിടെ വെച്ച് 2 പൊറോട്ട കഴിച്ച് ഇതെന്താ വല്ല കൊലക്കറ്റോ ആണോ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല മീനാക്ഷി, എന്ത് പരിപാടി ഇവര് കാണിക്കണമെന്ന് ചോദിക്കുക. മിത്ര പറഞ്ഞു, ഓഹോ, ശരിയായിട്ടുള്ള പരിപാടി ഇല്ലല്ലേ? ഇപ്പൊ പുറത്തുനിന്ന് ഒരു നേരം ഫുഡ് വാങ്ങിച്ച് കഴിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാലോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഫാസ്റ്റ് ഫുഡ് മേടിച്ച് കഴിച്ച് വയറ് കേടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അത് കേട്ടോ മിത്രയ്ക്ക് സഹിച്ചില്ല. മിത്ര പറഞ്ഞു, അങ്ങനെ പറയരുത് ശ്രീദേവി ചേച്ചി. അല്ല, നിങ്ങൾ സിനിമ കാണാൻ പോയപ്പോ പോപ്കോണും ജ്യൂസും എല്ലാം പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചല്ലോ, തിയേറ്ററിൽ വെച്ച് നേരത്തെ ഓർഡർ കൊടുത്തില്ലേ? അതൊക്കെ പിന്നെ എങ്ങനെയായിരുന്നു? അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയതാണ് ഈ പറയുന്ന പോപ്കോണ്. അത് കേട്ട ശ്രീദേവിയുടെ മുഖം കാണും. ശ്രീദേവി പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ട ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ആനന്ദ് തിരിഞ്ഞൊന്ന് നോക്കി. പെട്ടെന്ന് ആര്യൻ എന്ത് ചെയ്യുവാണ്, ഇത്ര പൊറോട്ട ചാറിനകത്ത് മുക്കി ആ വായിലേക്ക് വെച്ച് കൊടുക്കണം. ആനന്ദിന് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ശ്രീദേവി സമ്മതിച്ചില്ലോ, വിളിച്ചോണ്ട് അങ്ങോട്ട് പോയില്ലേ. അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിക്കുവാണ്. പിന്നീട് ശ്രീദേവി ഹാളിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ബാലൻ അവിടെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലന് ഒരു ഗ്ലാസ് വെള്ളം എല്ലാം കൊണ്ടേ കൊടുത്തു. അതിനുശേഷം ശ്രീദേവി തിരിഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് ബാലൻ ആ കാര്യം പറയണേ. അല്ല ദൈവമേളെ, ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അത് പിന്നെ ബാലച്ച ടെറസിന്റെ മുകളിലുണ്ടെന്ന് പറയണം. ടെറസിന്റെ മുകളിൽ അവിടെ എന്താ പരിപാടി? അത് പിന്നെ പറയാതിരിക്കോ ബാലച്ച ഭേദം എന്ന് പറയണ. പറയാതിരിക്കണോ? അതെന്താ? അത് പിന്നെ അതെ, അറിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് വിഷമാവെന്ന് പറയാ. വിഷമാവെന്ന് അതെന്താ? അമ്മയുണ്ടാക്കി ഇഡ്ഡലി കഴിക്കാതെ എല്ലാരും കൂടെ പൊറോട്ട വാങ്ങിച്ച് ടെറസിന് മുകളിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ? ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ബാലൻ അവിടെ ചാടി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എന്നിട്ട് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് നേരെ ടെറസിന്റെ മുകളിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ പൊറോട്ട കഴിച്ചോണ്ടിരിക്കുക. മീനാക്ഷിയും ഇത്ര കഴിച്ചില്ലെങ്കിലും അവരുടെ കൂടെ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാലനും കൂട്ടി ചെന്നു. ബാലനും കൂട്ടി തിരിച്ചു, ഓഹോ, അപ്പൊ ഇതാ അവിടെ പരിപാടിയില്ലേ? നിനക്കൊന്നും നാണമില്ലടാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം
ധർമ്മ വെച്ച അത് പിന്നെ അളിയാ ഞാൻ ഒന്നുമല്ലേലും ധർമ്മ നിനക്ക് ഇത്ര പ്രായമായില്ലേ എന്നിട്ടാണോ നീ ഇവരോടൊപ്പം ചേർത്ത് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കണേ? സത്യം പറ ധർമ്മ, ഈ പൊറോട്ട മേടിക്കാനുള്ള പൈസ എവിടെന്നാന്ന് ചോദിക്കുക. നീ നീ എന്നെ ഡ്രോയ്ക്കകത്ത് നിർത്തോ അതോ എന്റെ പോക്കറ്റിനകത്ത് നിർത്തോ? സത്യം പറന്ന് പറയണേ. കാരണം ഒരു പൊറോട്ട മേടിക്കാനുള്ള പൈസയ്ക്ക് വരെ ബാലൻ കണക്ക് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ ധർമ്മ പറഞ്ഞു, ഞാനൊന്നും വാങ്ങിയിട്ടില്ലെന്ന് പറയണേ. പിന്നെയോ പെട്ടെന്ന് ആരും ചാടിക്കറി പറഞ്ഞു, ഇത് ഞാൻ വാങ്ങിച്ചാന്ന് പറയണോ? ഓ, നീ വലിയ കാശാന്നായല്ലോ, സ്വന്തം ഏട്ടാ അധ്വാനിച്ച് അങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ അതിൻ്റെതായ അഹങ്കാരം കാണിക്കുന്നല്ലേ? എടാ അങ്ങനെയാണ് ഞാനൊക്കെ എന്തൊക്കെ കാണിക്കേണ്ടി വന്നേനും. 4 കാശ് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും അവര് അഹങ്കാരം കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, അല്ല അതെ അളിയ, പിന്നെ നീ ഒന്ന് കൂടുതലും മിണ്ടണ്ട എന്നും പറഞ്ഞിട്ട് ബാലൻ പറഞ്ഞു, നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞാ മതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ എല്ലാരും ആകെപ്പാടെ വിഷമത്തിലായിരിക്കുന്ന സമയത്ത് ആര്യം പറഞ്ഞു, നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കണ്ട, അച്ഛൻ അങ്ങനെയൊക്കെ പറയണ കാര്യമൊക്കെ അതിന് കഴിച്ചോളാൻ പറയണ. ആ സമയം മീനാക്ഷി പറഞ്ഞു, അല്ല ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത് അച്ഛൻ അറിയുന്നേ? അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, പറഞ്ഞു കൊടുക്കാതെ അച്ഛൻ ഇത്ര കാര്യമായിട്ട് വരത്തില്ലോ എന്ന് പറയാണ്. ഓഹോ, അപ്പൊ അതാണ് കാര്യം, അവരായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ശ്രീദേവി ചേച്ചിയായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് പറയാണ്. പിന്നീട് മീനാക്ഷിയും മിത്രയും കൂടെ ആലോചിച്ചു, അവർക്കിത് എന്തിന്റെ കേടാത്? എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി പോയി പറഞ്ഞു കൊടുത്ത് എങ്ങനെ വഴക്കുണ്ടാക്കുക എന്നാ അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയം മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന് കൈയായി പോയിട്ടോ, അവരിനി എന്നും നന്നാവുമെന്ന് ചോദിക്കണം. ഇതേട്ട മീനാക്ഷി പറഞ്ഞു, എനിക്കറിയത്തില്ല മിത്ര എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും അവർ കാണുന്നുണ്ടാവും. അവരെല്ലാത്തിനും തിരി കൊടുത്തിട്ട് അവർ നൈസായിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയണം. അത് ശരിയാ, ഇതെങ്ങനെയും തടഞ്ഞിട്ടാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. പക്ഷെ എങ്ങനെ തടയാൻ പറ്റും? അവരുടെ സ്വഭാവം കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അവര് വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു തോന്നേ. എല്ലാരും പറയുന്നതൊക്കെ കേട്ടിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിലങ്ങ് നിന്നിട്ട് എല്ലാത്തിനും അവസാനം തിരി കൊളുത്തു വിടും. നമ്മൾ ഇത്രയ്ക്ക് പ്രതീക്ഷ കാര്യമാണോ അവരെന്ന്? അവരിങ്ങനെയൊക്കെ കാണിക്കുന്ന പ്രതീക്ഷയാണോ? എന്നിട്ട് കണ്ടില്ലേ അവരൊന്നും അറിയത്തില്ലാത്ത മട്ടി നടക്കണേന്നൊക്കെ പറയാം. ഇത് കേട്ട മിത്ര പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ അവർക്കുട്ടി ആര് പണി കൊടുക്കും ചേച്ചി? എന്റെ ട്യൂഷന്റെ കാര്യം എങ്ങാനും ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് എങ്ങാനും ഇനിയിപ്പോ ആ ശ്രീദേവി ചേച്ചി അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുമെന്ന് പറയണം. മീനാക്ഷിയോട് ഞാൻ അത് ശരിയായിട്ടുള്ള കാര്യമാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരാ അവര്, വന്നു കയറി അന്നോട്ട് നമുക്കിട്ട് ഓരോ പണി തന്നോണ്ടിരിക്കുന്നതല്ലേ എന്ന് മീനാക്ഷിയും പറയാണ്. അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ അടുത്തേക്ക് മിത്രൻ തലേദിവസം രാത്രി ഇരുന്ന കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത് അങ്കിൾ അറിഞ്ഞ എങ്ങനെയാന്നാ എനിക്കറിയത്തില്ലാത്തേ. ഇത് കേട്ടപ്പോൾ ഗോമതി, അതെങ്ങനെ അറിയാനാ? ബാലന് ചിലപ്പോൾ ടെറസിലേക്ക് ചെന്നപ്പോൾ കണ്ടായിരിക്കും. അങ്ങനെ ടെറസിലേക്ക് വെറുതെ കയറി പോകത്തില്ലോ, ആരെങ്കിലും പറയാതെ പോകത്തില്ലോ. ഇതെല്ലാം ശ്രീദേവിയേച്ചിയുടെ കളിയാന്ന് പറയണ. ശ്രീദേവിയേച്ചി പോയി പറഞ്ഞു കൊടുത്തിട്ടാ അങ്കിള് മുകളിലേക്ക് കയറി പോയത്. അങ്ങനെ പൊറോട്ട കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്ന് പറയണം. ആ സമയത്ത് അങ്ങോട്ടേക്ക് ആനന്ദ് വന്നു. ആനന്ദ് കേട്ടു ഈ കാര്യങ്ങളൊക്കെ പറയണേ. ആനന്ദ് ഭയങ്കര വിഷമായി പോയി പെട്ടെന്ന്. കാരണം ശ്രീദേവിയാണ് കാരണക്കാരിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് മിത്ര ഗോമതിയോട്, എന്നിട്ട് കണ്ടില്ലേ അവര് രാവിലെ യാതൊരു കുലുക്കുമില്ലാതെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നേ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവരുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. എല്ലാ അങ്കിളിനോട് ഇവിടെ കണക്കുന്ന ഓരോ കാര്യങ്ങളും ഓതി കൊടുക്കുന്നേ. ശ്രീദേവി വെച്ച അപ്പച്ചിന്നൊക്കെ പറയണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ പറയണം. അപ്പോഴേക്കും ആനന്ദ് അവിടെ നിൽക്കുന്ന ഗോമതി കാണുവാണ്. പെട്ടെന്ന് ഗോമതി ആനന്ദിനെ കണ്ടപ്പോൾ നോക്കി. ആനന്ദിന് വെപ്രാളുണ്ടായി. ആനന്ദ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ അതിനോട് അങ്ങോട്ട് പാസ് ചെയ്യുന്ന പോകുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന കേട്ടാന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അല്ല അത് പിന്നീട് മോനെ ഞാൻ മിത്രയ്ക്കും ഗോമതിക്കും ഒരു ചമ്മലൊക്കെ ഉണ്ടായി. ആനന്ദ് പറഞ്ഞു, അത് പിന്നെ അമ്മ എനിക്കറിയാം അവളുടെ സ്വഭാവം എന്താന്ന്. ഞാനാണെങ്കിൽ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാ. 2 വാക്ക് പറയേണ്ടടുത്ത് 1 വാക്ക് പറയും. പക്ഷെ അവൾ അങ്ങനെയല്ല, 1 വാക്ക് പറയേണ്ടടുത്ത് 100 വാക്ക് പറയാനായിട്ട് ശ്രമിക്കുന്ന ആളാ. അതെനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ വേണമെന്ന് വെച്ച് ചെയ്യുന്നൊന്നും അല്ലെന്ന് പറയാണ്. ഗോമതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരിക്കും മോനെ, പക്ഷെ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെ ആരൊക്കെ എന്നോടൊക്കെ പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നും അവൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണോ അതോ ഇനിയിപ്പോൾ അറിയാഞ്ഞിട്ട് അവൾ അഭിനയിക്കുന്നതാണെന്നും പറയാൻ പറ്റില്ല. നീ വേണം അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എന്നൊക്കെ ആനന്ദിനോട് പറയാം. അമ്മേ, ശ്രീദേവിക്ക് വേണ്ടി ഞാൻ സോറി പറയാം, ഞാൻ മാപ്പി ചോദിക്കാന്ന് പറയണം. സാരമില്ല മോനെ, ഇനിയൊക്കെ സൂക്ഷിച്ചാൽ മതി, അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയണം. ആ സമയം ശ്രീദേവി ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് നടന്നു വരിക. അപ്പോഴേക്കാണ് ബാലൻ എന്നോട് വരുന്നത്. അങ്ങനെ ബാലനെ കണ്ടത് ശ്രീദേവി ബാലച്ചാന്ന് വിളിക്കുവാണ്. ആ ബാലൻ നോക്കി, ദേവിമോളോ എന്നും പറഞ്ഞ് ശ്രീദേവിയുടെ രജയിലേക്ക് വരുവാണ്. അല്ല ഇതെന്താ മോൾ രാവിലെ ഇവിടെ? ഞാൻ ഈ ദേവീക്ഷേത്രത്തിൽ വരെ വന്നാ. എന്താ മോളോ ഒറ്റയ്ക്കുള്ളൂ എന്ന് ചോദിക്കാം. അത് ഒറ്റയ്ക്കുള്ളൂ. എന്നാ പിന്നെ ആനന്ദിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ മേലായിരുന്നോ? ആനന്ദേണ്ണ ഉറക്കമാണ്, എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആനന്ദേണ്ണ ഷോപ്പിലേക്ക് പോകണ്ടല്ലേ, വെറുതെ എന്തിനാ ശല്യം ചെയ്യുമെന്ന് വിചാരിച്ചു.
എന്ന് പറയാം. എന്നാൽ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ മേലായിരുന്നു. ഓ അതിന്റെ ഒന്നും കാര്യമില്ല ബാലച്ച, ഞാൻ ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമല്ലേ ഇവിടെ, അതുകൊണ്ട് എനിക്ക് ആ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് ബാലൻ ചോദിച്ചു, അല്ല ദേവമോളുടെ അനിയത്തി ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്ന് ചോദിക്കും. അത് ബികോ സെക്കൻഡ് ഇയർ ആന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ. അല്ല മോൾക്ക് അങ്ങനെ ഇത്രയൊക്കെ പഠിച്ചിട്ട് മോൾക്കൊരു ജോലി വേണമെന്നൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഏയ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ബാലച്ച, ഞാനും കൂടെ പോയാൽ എങ്ങനെയാ ശരിയാന്നേ. ദേ ഇപ്പൊ മീനാക്ഷി ആണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട്, അനുശ്രീ പഠിക്കാൻ പോകുന്നുണ്ട്, ഇപ്പം മിത്രയാണെങ്കിൽ ജോലി ചെയ്ത്, അല്ല പഠിച്ചോണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയണേ. പഠിച്ചോണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്നോ, നീ എന്തായി പറയണെന്ന് ചോദിക്കുകയാണ്. അതിന് അവള് പഠിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, ജോലി ചെയ്യാൻ പോകുന്നില്ലോ എന്ന് പറയണം. അബദ്ധം മനസ്സിലായി ശ്രീദേവിക്ക്. ശ്രീദേവി വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. അത് പിന്നെ ബാലച്ചൻ ഞാൻ കാര്യം എന്താ വെച്ചാൽ പറ. ഉം. അത് ബാലച്ചൻ അപ്പൊ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലാന്ന് ചോദിക്കും. ഇല്ല അറിഞ്ഞില്ല എന്ന് പറയണ. അതെ ആ, മീനാക്ഷി മിത്രയ്ക്ക് ഒരു ട്യൂഷൻ ഏർപ്പാടായി കൊടുത്തിട്ടുണ്ടെന്ന് പറയണേ. ട്യൂഷനോ? അതെ, ഒരു ഹോം ട്യൂഷന് വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കാനുള്ള ഇടപാടുകളൊക്കെ നടത്തി വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഞാൻ കരുതി ഇത് ബാലച്ചൻ അറിഞ്ഞു കാണുമായിരിക്കുന്നു. ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ട് കാര്യമില്ല, ചോദിക്കണമല്ലോ എന്ന് പറയണം. ദേ ബാലച്ച, ദൈവത്തെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കല്ല, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി അവർ വരുത്തി തീർക്കുമെന്ന് പറയാം. അല്ല ഇത് വേറെ ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിക്കും. അതെ അമ്മയ്ക്കറിയാം, അമ്മയും കൂടെ അറിഞ്ഞിട്ടാന്ന് പറയണം. ഓഹോ അപ്പൊ എല്ലാരും കൂടെ എന്നിട്ട് ഇത്ര നാളിട്ട് വട്ട് കട്ടിക്കുമായിരുന്നു. കോമതിയും കൂടെ അറിഞ്ഞിട്ടുള്ള പുറപ്പെടാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലന്റെ അങ്ങോട്ടേക്ക് പോകണം. ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ശ്രീദേവി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.